നീ വിഷമിക്കണ്ട. എടി ആണുങ്ങളാകുമ്പോ രണ്ടെണ്ണം അടിച്ചെന്നെങ്കിൽ ഇരിക്കും. അവരെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ആടി ഞാൻ വിളിക്കടി. അതെ പോകുന്നൊക്കെ കൊള്ളാം. കള്ളു കുടിച്ചാൽ ഈ വഴിക്ക് വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും ജീവിതം എനിക്കെന്തും പറയാം. അത് കണ്ടിട്ട് നിങ്ങൾ തുള്ളാൻ നിൽക്കുന്നു വേണ്ട. ചില ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി രണ്ട് പേർക്ക് അടിച്ചേ പറ്റുള്ളൂ. ആര് പറഞ്ഞു? എന്റെ മാമനൊന്നും വെള്ളം അടിക്കണില്ലല്ലോ. അതെ നെഞ്ചുവേദന ആർക്ക്? നിങ്ങക്ക്. എപ്പോ? പൊട്ടാ നിങ്ങളെ കൂട്ടുകാരോട് പറയണം നിങ്ങൾക്ക് നെഞ്ചുവേദനയാണെന്ന്. ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അളിയാ കഴിക്കേണ്ട അളിയാ എന്ന് പറയും. അതല്ല കള്ളു കുടിക്കാൻ മാത്രം കമ്പനിയുള്ള സുഹൃത്തുക്കളാണെങ്കിൽ പറയും എടാ ഒരു പെഗ് അടിക്കണം ഒരു കുഴപ്പമില്ല എന്ന് പറയും. ആണോ? നെഞ്ചുവേനെങ്കിൽ നെഞ്ചുവേന പറഞ്ഞു നോക്കാം. 5 hours later. എന്താ നമ്മുടെ വിനീതിന്റെ വീട്ടിൽ ഫംഗ്ഷൻ വന്നില്ലേ, അവിടെ വെച്ച് ഒരെണ്ണം അടിക്കാൻ ഞാൻ നിർബന്ധിച്ച്. അപ്പൊ അളിയൻ പറഞ്ഞ അളിയൻ നെഞ്ചുവേദനയാണെന്ന്. ഞാനിവിടെ നിൽക്കില്ലേ ചേച്ചി, ഞങ്ങളെല്ലാം കൂടെ അപ്പൊ തന്നെ ടാക്സി വിളിച്ച് അളിയൻ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് അളിയൻ ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ബുക്കല്ലെന്ന് ഞാൻ ബില്ലെല്ലാം കൂടെ ബൈൻഡ് ചെയ്ത് മേടിച്ചല്ലോ. ഒരെണ്ണം പോയി നമുക്ക് നഷ്ടമല്ലേ. മരുന്ന് കേട്ടാ ഇതുണ്ട് 37,469 രൂപ. ഇത് അവിടുത്തെ ബില്ലാണ്. അളിയോടുള്ള സ്നേഹം കാരണം ഞാൻ മാല കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിന്റെ മാലയാ? എന്റെ മാലയല്ല, അളിയന്റെ മാല. പിന്നെ ഞാൻ ഈ മോതിരം എടുത്തിട്ടുണ്ട്. അതെന്തിനാടാ? മാല ആശുപത്രി കൊണ്ട് പണയം വെച്ചില്ലേ, പിന്നെ ടാക്സി ചാർജ് ആര് കൊടുക്കും? മനസ്സാക്ഷില്ലാതെ സംസാരിക്കട്ടോ. അവന്മാരുടെ കള്ളു കുടിച്ചിരുന്നെങ്കിൽ 500 രൂപ പോകുള്ളായിരുന്നു. അപ്പൊ മാല നിന്റെ കള്ളു കുടിക്കാത്തൊരു മാമനില്ലേ, ആ മാമനെയും വിളിച്ചോണ്ട് പോയി മാലയും മേടിച്ചോണ്ട് വാ. ഞാനൊന്ന് കിടക്കട്ടെ.